മലയാള സാഹിത്യ ലോകത്ത് NS-ന്റെ ഒപ്പം നിൽക്കാൻ ഇവിടെ ആരുണ്ട്? ആരുമില്ല. ആരുമില്ല. പക്ഷെ എന്റെ മുകളിൽ നിൽക്കുന്നവരോട് ധാരാളമുണ്ട്. എങ്ങനെ എങ്ങനെ? അല്ല, എന്നൊക്കെ കഴിവുള്ളവരോട് ധാരാളം ഉണ്ടെന്ന് പറയായിരുന്നു. തോന്നല. ആനയ്ക്ക് ആനയുടെ വലിപ്പറിയില്ല. അറിയാം. എങ്ങനെ? ഒരാനയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആനയുടെ വലിപ്പം അറിഞ്ഞൂടെ? അറിയാൻ പറ്റും. അടുത്ത് നിൽക്കുന്ന ആനയ്ക്ക് ഈ ആനയുടെ വലിപ്പം അറിഞ്ഞൂടെ? അതാ പറഞ്ഞത്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയാം. എങ്ങനെ? മരുന്നെടുക്കോ? ഇല്ല. കുറച്ച്. ഞാൻ കഴിക്കില്ല. ഓ, പാട്ടുകാർ കഴിക്കാൻ പാടില്ല. കഴിച്ചാ പോയില്ലേ? എന്ന കുട്ടനൊരു പാട്ട് പാടിക്കേ. വാതാപി ഗണപതി തകിൻ ചകഞ്ചേ. ഈ ചന്തുമാമൻ എന്നറിയട്ടെ നിന്റെ കൊച്ചും മിടുക്ക്. പിന്നെ ഒരിക്കലാകട്ടെ, എനിക്ക് തൊണ്ടയ്ക്കെല്ലാം സുഖമില്ല. തൊണ്ടയ്ക്ക് സുഖമില്ലെങ്കിൽ എന്തപ്പ ചെയ്യല്ലേ? അല്ല, NS ഇത് പിടിച്ചിരിക്കാൻ തുടങ്ങിട്ട് നേരം കുറെ ആയല്ലോ. അടിക്ക്, ഞാൻ ഒഴിക്കാം. ഞാനിപ്പോ അങ്ങനെ അധികം കഴിക്കാറില്ല. ഒരു ലഹരി ഒന്നും. NS ഒരു ഭാഗ്യവാനാണ്. ലഹരി കഴിക്കാത്തതുണ്ടോ? എല്ലാം കൊണ്ടും ഒരു കൊച്ചു ഭാഗ്യവാനാണ്. NS പുസ്തകം എഴുതി കിട്ടിയുള്ള സന്തോഷം കൊണ്ട് പാടിപ്പോയതാ. വരുന്നത് വരട്ടെ, ഞാൻ കുടിക്കാൻ പോവാ. പിന്നെ ചിറ്റേ, ഹരി എന്തിനാണ് എന്റെ മുറിയിലേക്ക് വന്നത്? എനിക്ക് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഹരി പോ. എന്നെ വെറുക്കരുത്. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഹരിയോട് എനിക്ക് വെറുപ്പില്ല, സ്നേഹമേ ഉള്ളൂ. അമ്മനോടും അതെ. വെറുതെ ഭംഗി വാക്കാണത്. ലോകത്തെനിക്ക് സ്വന്തമെന്ന് ഞാൻ കരുതിയ കുറച്ചാളുകളേ ഉള്ളൂ. എന്റെ സാറ്, അമ്മു, പിന്നെന്റെ ചിറ്റ. പക്ഷെ ഇപ്പോ പറയൂ. നൃത്തവും സംഗീതവും ആത്മാവും ശരീരവുമാണെന്ന് ചിറ്റ പറഞ്ഞില്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ശരിയാണത്. ചിറ്റ എന്നെ വെറുത്താൽ എനിക്കെന്റെ എല്ലാം നഷ്ടപ്പെടും. എന്റെ സംഗീതം, ആത്മാവ്, എല്ലാം. ഹരി പ്ലീസ് പൊയ്ക്കൊള്ളൂ. അദ്ദേഹം ഇപ്പൊ വരും. പറയട്ടെ, ഞാൻ പോവില്ല. ചിറ്റ എന്നോട് സത്യം ചെയ്യണം. എന്നെ ഒഴിവാക്കില്ലെന്ന്, എന്നെ ഉപേക്ഷിക്കില്ലെന്ന്. ഹരി, നില മറക്കുന്നു. ഇല്ല, ഞാൻ നിലമറക്കില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. എന്നെ ആശ്വസിപ്പിക്കാം. നിഷേധിച്ച് പഴയ തെരുവിലേക്ക് എന്നെ ഇറക്കി വിടാം. പറയൂ, എന്തെങ്കിലും ഒന്ന് പറയൂ. ഒന്നിനും ഞാൻ ആളല്ല. വഴിമാറൂ.
അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ഒക്കെ നിന്റെ തോന്നലാ. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ഇപ്പോഴോ? ഒക്കെ നിന്റെ മണ്ടത്തരങ്ങളാ. ഒന്നുമില്ല. സമാധാനായിട്ട് പോ. അമ്മാമയല്ലേ പറയണേ? ചെല്ലു. എന്നെ അവിശ്വസിക്കരുത്. ഏയ് ഇല്ല, തന്നെ ഞാൻ അവിശ്വസിച്ച അത് ഞാൻ എന്നെ അവിശ്വസിക്കുന്നതിന് തുല്യല്ലേ? പക്ഷേ സുധേ, എന്താ ഇതൊക്കെ? എനിക്ക് മനസ്സിലാകുന്നില്ല. ബോംബെയിൽ നല്ല മാസ്റ്റേഴ്സ് ഉണ്ട്. ഹരി കുറച്ച് ഹിന്ദുസ്ഥാനി വെസ്റ്റേണും പഠിക്കട്ടെ. ഇനി അധികം വൈകണ്ട, ഉടനെ അത് ചെയ്യണം. എന്താ തനിക്ക് തന്നെ ഭയമുണ്ടോ? താൻ അടിപതറി പോകുന്നു? ഇല്ല, പക്ഷേ മറ്റ് എല്ലാവരും എനിക്ക് ഭയമാണ്. എന്നെയും? സത്യം പറഞ്ഞാലതെ, എനിക്ക് എനിക്ക് ഈ മനസ്സ് നഷ്ടമാവരുത്. തനിക്ക് മാത്രമായിട്ടൊരു നഷ്ടപ്പെടലുണ്ടാവും തോന്നുന്നുണ്ടോ? നേടുന്നത് നഷ്ടപ്പെടുന്നത് നാം ഒരുമിച്ചല്ലേ? കഥകളിലൊക്കെ ഞങ്ങൾ എഴുതാറുണ്ട്, ആത്മാവും ഒന്നായി തീർന്നു എന്നൊക്കെ. നമുക്കത് സങ്കല്പമല്ല, സത്യമാണ് അല്ലേ? അതെ. ഹരിയെ വെറുക്കരുത്. നമ്മളല്ല, പിന്നെ ആരാണ് അവനുള്ളത്? മനസ്സ് ഒരു വികൃതി കുട്ടിയാണ്. പൂവേത്, തീയേത്, മുള്ളേത് ഒന്നും അറിയാതെ കടന്നു പിടിക്കും. ഹരി, ക്ഷീണമുണ്ടായി കിടന്നോളൂ. ഞാനും സുധയും കൂടെ നിന്റെ ചില കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. പഠിത്തത്തെ കുറിച്ചാണ്. ബോംബെയില് ഹിന്ദുസ്ഥാനി. ഞാൻ പോകുന്നില്ല. എന്താ കാരണം? ഞാനിനി പഠിക്കുന്നില്ല. ഒന്നും വേണ്ട എനിക്ക്. പിന്നെ ഞാനിവിടെ കഴിഞ്ഞോളാം. അതിഷ്ടമല്ലെങ്കിൽ എവിടേക്കെങ്കിലും പൊക്കോളാം. എവിടെ പോകാനാണ്? തെരുവുകൾ പുഴുണ്ടല്ലോ, അവിടെ നിന്നല്ലേ എന്നെ പിടിച്ചെടുത്ത്. അവിടേക്ക് എന്നെ പൊക്കോളാം. അതിനല്ലല്ലോ നിന്നെ മകനെ പോലെ വളർത്തിയത്. ഇങ്ങനെ സംസാരിക്കാൻ എന്ത് തെറ്റാണ് ഞങ്ങളൊക്കെ ചെയ്തത്? ആരും ഒന്നും ചെയ്തില്ല. ചെയ്തത് മുഴുവൻ ഞാൻ നന്ദികേട്, നെറികേട് ഒക്കെ ചെയ്തു. പാല് എന്ന കൈക്ക് എന്നെ കടിച്ചു എന്ന് ഞാൻ പറയില്ല, സുധയും പറയില്ല. ആരും പറയുന്നില്ല. പക്ഷേ എല്ലാവരുടെ മനസ്സിലുള്ള അത് തന്നെയാ. ഏത്? തുറന്നു പറയൂ. ഞാൻ ചിറ്റിയോട് എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു ചോദിച്ചു എന്നോട്? ഇല്ല. എന്ത് ചോദിക്കാനാണ്? ഒന്നുമില്ല. കള്ളം. മനസ്സിലുള്ള മുഴുവൻ മൂടി വെക്കുക, എന്നിട്ട് ഗൂഢാലോചന നടത്തുന്നു. എന്നെ പറഞ്ഞു വിടണം, എന്നെ ചിറ്റെന്ന് അകറ്റണം. അതിനു വേണ്ടിട്ടല്ലേ ബോംബെ ഹിന്ദുസ്ഥാനി എന്നൊക്കെ പറഞ്ഞ്. എന്ന് തന്നെ ധരിച്ചോളൂ. അവളിൽ മറ്റൊരാൾ അധികാരവും അവകാശവും സ്ഥാപിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് ഏത് തരം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എനിക്കത് സഹിക്കില്ല. നിന്റെ ആരാണ് അവൾ?
അമ്മയാണോ? സഹോദരിയോ സുഹൃത്തോ ആണോ? അല്ല, കാമുകയാണോ? പറയൂ, ആരാണ് നിനക്കവൾ? എനിക്കവർ അതിനേക്കാളപ്പുറത്ത്. അരുത്, അത് മോഹിക്കരുത്. അവൾ എന്റെ ജീവനും ജീവിതവുമാണ്. നീ തിരിച്ചു പോണം. ഏത് തെരുവിലേക്കും കുപ്പത്തൊട്ടിലേക്കും നിനക്ക് പോകാം. അത് ഞാൻ സഹിക്കും. പക്ഷെ ഇത് എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നൊരു കഥയുണ്ട്. മാണിക്യക്കല്ല് ശിരസിൽ ധരിച്ച നാഗങ്ങളുടെ കഥ. കുതിരച്ചാണകത്തിൽ പൊതിഞ്ഞ് തുകലുറയിൽ ഒളിപ്പിച്ചു വെച്ച് കല്ല് മോഷ്ടിക്കുന്ന രാജകുമാരോട് നിനക്ക് ദേഷ്യമായിരുന്നു. മാണിക്യം നഷ്ടപ്പെട്ട് തലതല്ലിച്ചാകുന്ന നാഗങ്ങളെ ഓർത്ത് നീ കരഞ്ഞിട്ടുണ്ട്. ഈ മാണിക്യക്കല്ല് നഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെന്ത് ചെയ്യും?